മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്നതിൽ മുഖം രക്ഷിക്കാൻ കരാർ കമ്പനിക്കെതിരെ അതിവേഗ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് കേന്ദ്രം. നമുക്കറിയാം, വലിയ പ്രതിഷേധമാണ് റോഡ് തകർന്നതിന് പിന്നാലെ കൂരിയാട് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം ദേശീയപാത അതോറിറ്റിയിലെ വിദഗ്ധ സംഘം കൂരിയാടെത്തി വിശദമായ പരിശോധന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്രം നടപടിയിലേക്ക് കടന്നത്. കേരളത്തിലെ ദേശീയപാതയിൽ പാലങ്ങളിലടക്കമുള്ള വിള്ളലും തകർച്ചയും മണ്ണിടിച്ചിലുമൊക്കെ കേന്ദ്ര സർക്കാരിനും ദേശീയപാത നിർമ്മാണ അതോറിറ്റിക്കും കൂടി തിരിച്ചടിയായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കേന്ദ്രം അതിവേഗത്തിൽ നടപടിയെടുത്തത് എന്ന് വേണം കരുതാൻ. ദേശീയപാത ഇടിഞ്ഞു തകർന്നതിൽ നിർമ്മാണ കരാർ ഏറ്റെടുത്ത KNR കൺസ്ട്രക്ഷൻസ്, കൺസൾട്ടന്റായ ഹൈവേ എഞ്ചിനീയറിംഗ് എന്നീ കമ്പനികളെ കേന്ദ്രം ഡീബാർ ചെയ്തിരിക്കുന്നു. ഈ കമ്പനികളിലെ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രോജക്ട് മാനേജർ അമർനാഥ് റെഡ്ഡിയെയും ടീം ലീഡർ രാജ്കുമാറിനെയുമാണ് സസ്പെൻഡ് ചെയ്തത്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റേതാണ് ഈ നടപടി. ഇന്ത്യയിൽ പല നിർമ്മാണ കരാറുകളിലും ഉൾപ്പെട്ട KNR കൺസ്ട്രക്ഷൻസിനെ തൽക്കാലം പുതിയ ടെൻഡറുകളിൽ നിന്ന് വിലക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 15 ദിവസത്തിനകം മറുപടി തേടി ഈ കമ്പനികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട്. ഈ KNR കൺസ്ട്രക്ഷനെ കുറിച്ചാണ് നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കുന്നത്. എന്താണ് എന്ന് അറിയേണ്ടതുണ്ടല്ലോ. രാജ്യമെമ്പാടും, അതായത് ആന്ധ്ര കമ്പനിയാണ് ഈ KNR കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഇത് ആദ്യമായല്ല ദേശീയപാത നിർമ്മാണത്തിൽ ഇവർ പങ്കാളികളാകുന്നത്. രാജ്യമെമ്പാടും നോക്കിയാൽ 8700 കിലോമീറ്റർ ദൂരത്തിൽ ഹൈവേ പണിഞ്ഞിട്ടുണ്ട് എന്നാണ് KNR കൺസ്ട്രക്ഷൻസ് അവകാശപ്പെടുന്നത്. ഇനിയിപ്പോൾ കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തിൽ 2 റീച്ചുകളാണ്. സംസ്ഥാനത്ത് ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ 2 റീച്ചുകളിലായി 77 കിലോമീറ്ററോളം നിർമ്മിക്കുന്നത് KNR കൺസ്ട്രക്ഷനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. 2021 KNR കമ്പനിക്ക് NHAI ദേശീയപാതയുടെ കരാർ നൽകുന്നത്. ഇനിയിപ്പോൾ ഇവരുടെ നിർമ്മാണം നോക്കുകയാണെങ്കിൽ 2022 ഇവർ നിർമ്മാണം ആരംഭിക്കുന്നു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 2 റീച്ചുകളുടെ നിർമ്മാണമാണ് KNR കൺസ്ട്രക്ഷൻസ് ലിമിറ്റഡ് ഏറ്റെടുത്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണ് എന്നുകൂടി പരിശോധിക്കാം. രാമനാട്ടുകര വളാഞ്ചേരി വരെയുള്ള 39.68 കിലോമീറ്റർ, 9.68 കിലോമീറ്റർ നീളമുള്ള രാമനാട്ടുകര വളാഞ്ചേരി റീച്ചാണ് ഒന്നാമത്തേത്. ഇനി രണ്ടാമത്തേത് നോക്കുകയാണെങ്കിൽ 37.35 കിലോമീറ്റർ നീളത്തിലുള്ള വളാഞ്ചേരി കാപ്പിരിക്കാട് റീച്ചാണ് രണ്ടാമത്തേത്. ഈ കൂരിയാട് മേഖലയിൽ നമുക്കറിയാം, ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നിർമ്മാണത്തിലിരുന്ന ഭാഗം സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണത്. ആളപായമില്ല എന്നത് മാത്രമാണ് ഏക ആശ്വാസം. കാരണം അത്രത്തോളം വലുതായിരുന്നു ആ അപകടം എന്നത് നിസ്സംശയം തന്നെ നമുക്ക് പറയാം. നമുക്ക് കൂരിയാട്ടിലെ കാര്യങ്ങൾ നോക്കാം. ഈ കൂരിയാട് മേഖല നോക്കിയാൽ ഈ ഹൈവേ കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ 30% വയലുകളും വെള്ളക്കെട്ടുകളുമാണ്. അതുകൊണ്ട് തന്നെ ഈ പാടത്ത് 18 മീറ്ററോളം ഉയരത്തിൽ മണ്ണിട്ട് നികത്തിയാണ് ഈ പാത നിർമ്മിക്കുന്നത് എന്നാണ് നമുക്ക് അവിടെയുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനിയിപ്പോൾ പണി തീരാൻ 11 ദിവസം മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. നമുക്കറിയാം, 2025 പൂർത്തിയാക്കുമെന്നാണ് കമ്പനിയുമായുള്ള കരാർ. ഈ പാതയുടെ പ്രവൃത്തികൾ അവസാനിക്കാൻ 11 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് ഇങ്ങനെയൊരു അപകടം ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയുണ്ടായത്. ഈ അപകടത്തിന് പിന്നാലെ നമ്മൾ നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ അവർ ചില ആരോപണങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് അശാസ്ത്രീയ നിർമ്മാണം. ഈ മേഖലയിൽ നടക്കുന്ന ദേശീയപാതയുടെ നിർമ്മാണം അശാസ്ത്രീയമായാണുള്ളത്. അവർ പറഞ്ഞ പല കാര്യങ്ങളും പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത്. ഏറ്റവും പ്രധാനമായും അവർ ഉന്നയിക്കുന്നത് കേരളത്തിന്റെ ഭൂപ്രകൃതി പരിഗണിച്ചില്ല എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ആ മേഖലയുടെ ഒരു ഇരിപ്പ് വശം നോക്കുകയാണെങ്കിൽ ചുറ്റിലും വയലും വെള്ളക്കെട്ടും ഒക്കെ ആണ് അവിടെ ഉള്ളത്. മറ്റിടങ്ങളിലൊക്കെ ഉള്ളതുപോലുള്ള നിർമ്മാണം തന്നെയാണ് ഇവിടെയും നടന്നിരിക്കുന്നത് എന്ന് വേണം ഈ അപകടത്തിൽ നിന്ന് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ. മറ്റൊന്ന് നാട്ടുകാർ പറയുന്നത് കേരളത്തിന്റെ കാലാവസ്ഥ പരിഗണിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, 8 മാസത്തിലേറെ കേരളത്തിൽ മഴക്കാലമാണ്. അപ്പോൾ പലയിടങ്ങളിലും ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഉൾപ്പെടെ രൂപപ്പെടാറുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെയാണ് അവസ്ഥ. ഈ വെള്ളക്കെട്ടുകളിൽ പൈലിങ്ങും മറ്റും നടത്തി മണ്ണ് മർദ്ദം ചെലുത്തി കോമ്പാക്ട് ചെയ്യുന്ന പ്രവൃത്തി ഉൾപ്പെടെ ഈ കൂരിയാട് മേഖലകളിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അങ്ങനെ നടന്നിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകില്ലായിരുന്നല്ലോ. മറ്റൊന്ന്, പണി തീർക്കാനുള്ള തിടുക്കം തുടക്കം തൊട്ട് തന്നെ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് ഈ നാട്ടുകാർ പറയുന്ന മറ്റൊരു കാര്യം. അതായത് നമുക്കറിയാം, 2025 ഈ ഹൈവേയുടെ നിർമ്മാണം പൂർത്തിയാക്കണം എന്നുള്ളൊരു കരാറിലേക്കാണ് KNR കൺസ്ട്രക്ഷൻ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപിക്കുന്നുണ്ട് ഈ സർക്കാരിന്റെ ഒരു വികസന മുഖമായിട്ടാണ് ഈ നാഷണൽ ഹൈവേ അവർ എടുത്തു മുന്നോട്ട് പറയുന്നത്. അതുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുകൂടി ഇത്തരത്തിലുള്ള ഒരു ഫോഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നതൊക്കെ നാട്ടുകാർ ഉൾപ്പെടെ ആരോപിക്കുന്നുണ്ട്. നമുക്കതിന് അവിടുത്തെ വിശദമായ കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക്, ഇങ്ങനെയൊരു നടപടിയിലേക്ക് കേന്ദ്രം
എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ ഈ നീക്കത്തെ, ഈ നടപടിയെ അവിടുത്തെ നാട്ടുകാർ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ പങ്കുവയ്ക്കും. കൂരിയാട് ദേശീയപാത തകർന്നതിന് പിന്നാലെ നിർമ്മാണ കമ്പനിയായ KNRCയെ ഡീബാർ ചെയ്തതിൽ പ്രദേശവാസികൾ വലിയ ആശ്വാസത്തിലാണ്. കാരണം ഈ റോഡിൻ്റെ നിർമ്മാണം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ പ്രദേശവാസികൾ അവരുടെ ആശങ്ക കൃത്യമായി തന്നെ പങ്കുവച്ചിരുന്നു. ഈ വയൽ പ്രദേശത്ത് ഈ തരത്തിലുള്ള ഒരു റോഡ് നിർമ്മിക്കാൻ പാടില്ല എന്ന് തന്നെ വളരെ കൃത്യമായി അവർ ഈ കമ്പനിയെ അറിയിച്ചതാണ്. എന്നാൽ അതൊന്നും മുഖവിലേക്ക് എടുക്കാതെയായിരുന്നു റോഡ് നിർമ്മാണം. ഒടുവിൽ വലിയൊരു ദുരന്തം ഇവിടെ സംഭവിച്ചിരിക്കുന്നു. അതിന് പിന്നാലെയാണ് KNRCയെ കേന്ദ്ര സർക്കാർ ഡീബാർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സമരസമിതി പ്രതിനിധികൾ കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. നാസർ സമരസമിതി കൺവീനറാണല്ലേ? നിങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായി തന്നെ സൂചിപ്പിച്ചിരുന്നോ ഇവിടെ എന്ത് സംഭവിക്കാം ഇങ്ങനെ നിർമ്മിച്ചാൽ എന്നുള്ള കാര്യം? വിദഗ്ധ സമിതി ഇന്നലെ വന്ന സമയത്ത് തന്നെ ഇവർക്ക് ഇവിടെ മായ്ച്ചു കളഞ്ഞത് കംപ്ലീറ്റ് മൊബൈലിൽ നിന്ന് തന്നെ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലെ ഏറ്റവും വലിയ വിഷയമാണ് ഈ ജർമ്മൻ ടെക്നോളജിയിൽ ഈ കട്ടകൾ പടുത്തുകൊണ്ട് ഇതിൽ മണ്ണ് നിറച്ചാണ് കൊണ്ടുപോയിട്ടുള്ളത്. നമുക്കറിയാം ഇത് വയലാണ്. ഈ വയലിൽ മണ്ണ് നിറച്ച് പോയിട്ടുണ്ടെങ്കിൽ ഈ ടെക്നോളജി ഇവിടെ വിജയിക്കില്ല എന്നുള്ളതൊക്കെ ഇന്ന് നമുക്ക് എല്ലാവർക്കും റെഡി എന്ന് പറഞ്ഞാൽ ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മളധികം സന്തോഷിക്കണം. കാരണം എന്നുണ്ടെങ്കിൽ ഈ ജനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് സ്വീകരിക്കാൻ പോലും, അത് എന്താണോ അതിൽ വല്ല യഥാർത്ഥമുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ പോലും തയ്യാറാവാത്ത ആൾക്കാരാണ്. എന്തെങ്കിലും അത് മാത്രമല്ല, ആദ്യഘട്ടത്തിൽ എന്തൊക്കെ ആശങ്കകൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരുന്നു? ആദ്യം ഞങ്ങൾ തുടങ്ങുന്നത് ഇവിടെ ഒരു സംസ്ഥാന പാതയ്ക്ക് നേരെ ഒരു ഓവർപാസ് വേണം എന്നുള്ളതാണ്. അത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കിലോമീറ്റർ അപ്പുറം ഈ വയൽ തുടങ്ങുന്ന ഭാഗമാണ്. ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് റോഡുകളില്ല. അത് 200 മീറ്റർ അപ്പുറം നിർമ്മിച്ചത് കൊണ്ടാണ്. രണ്ടാമത് ഈ റോഡിലേക്ക് ഇങ്ങോട്ട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വയലാണ്. ഇത്രയും കാര്യങ്ങൾ ഈ ജർമ്മൻ ടെക്നോളജിയിൽ തന്നെ ഈ കട്ടകൾ പടുത്തുകൊണ്ട് ഏകദേശം 14 മീറ്ററിൻ്റെ അപ്പുറമാണ് ഇത് പടുത്തിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും നീളത്തിൽ ഇത് പടുക്കാൻ പാടില്ല എന്ന് ഇവരെ രേഖയിൽ തന്നെ പറയുന്നുണ്ടെന്നിപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പടുത്തുകാണ്ട് ഇതിലാണ് മണ്ണ് നിറച്ചിട്ടുള്ളത്. ഇതിൻ്റെ പാത നോക്കിയിട്ടുണ്ടെങ്കിൽ നിലവിലുണ്ടായിരുന്ന ഇവിടെ നാഷണൽ ഹൈവേ അത് ഏകദേശം 1 മീറ്റർ അടിയിലേക്ക് കടന്നുകാണ്ട് ഇവർ അമർത്തി പോയിട്ടാണ് ഇങ്ങനെ ഈ കട്ട പടുത്ത് വെച്ചാണ് പോയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാം. ഈ കട്ട പടുത്ത് പോയിട്ട് ഇതിൽ മണ്ണ് നിറച്ചാണ് പോയിട്ടുള്ളത്. പ്രദേശവാസിയായ ഷെരീഫ കൂടി ചേരുന്നുണ്ട്. ഈ ദേശീയപാത നിർമ്മാണം തുടങ്ങിയതിനു ശേഷം വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ച വ്യക്തി കൂടിയാണല്ലേ? നിങ്ങൾ ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു, പക്ഷെ അത് അവഗണിച്ച് കളഞ്ഞു. ദേശീയപാത നിർമ്മാണം തുടങ്ങിയപ്പോൾ ഇതിൻ്റെ പ്രയാസവും നിങ്ങൾ നേരിട്ടല്ലേ? നേരിട്ടു. 5 കിലോമീറ്റർ പുറത്തുനിന്നുള്ള എല്ലാ ഡ്രെയിനേജും നമ്മളെ വീട്ടിൻ്റെ അടുത്താണ് വന്ന് വിട്ടിട്ടുണ്ട്. വീട്ടിലോട്ട് ഒരു പ്രാവശ്യം മതിലൊക്കെ പൊട്ടി എല്ലാം നശിച്ചു പോയിരുന്നു. അവരോടും ഞാൻ എറണാകുളം ഓല ഓഫീസിലൊക്കെ പോയിട്ട് യാതൊരു പ്രയോജനവും തന്നില്ല. അവരാരും വന്നതുമില്ല, കണ്ണു തള്ളിയില്ല. എഞ്ചിനീയറോട് ഞാൻ പറയുമ്പോൾ മുമ്പര് പറയും ഞങ്ങൾക്ക് ഹൈവേൻ്റെ പണി മാത്രമേ ഉള്ളൂ, ബാക്കി പഞ്ചായത്ത് നോക്കണം. പ്രദേശവാസികളുടെ ആ പ്രയാസവും അവർ അവഗണിച്ചൊടുവിൽ റോഡ് തന്നെ തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി എന്താണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം എന്നുള്ളതാണ്. മുസ്തഫ പുള്ളിശ്ശേരി സമരസമിതി ചെയർമാനാണ്. എന്താണ് നിങ്ങൾ ഇനി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം? ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് ഈ വയൽ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ആ തുടക്കം മുതലുള്ള ഫില്ലർ കെട്ടിയിട്ടുള്ള ബ്രിഡ്ജാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതല്ലാതെ മറ്റുള്ളവർ ഇതുപോലെ ഇനിയും ഇത് വീണ്ടും ഇത് ചെയ്യാന്ന് അതിന് ഈ സമരസമിതി ഈ നാട്ടുകാരെ ഇനി സമ്മതിക്കില്ല. അതുപോലെ തന്നെ സംസ്ഥാന പാത അരീക്കോട് പരപ്പനങ്ങാടി റോഡ് അത് മുറിച്ചിട്ടാണ് 200 മീറ്റർ അപ്പുറം ഒരു പാലം നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് അവരെ ഭാഗത്തു നിന്നുള്ള പേവാണെന്ന് വരെ കലക്ടർ മീറ്റിങ്ങിലും കമ്മീഷൻ റിപ്പോർട്ടിൽ വരെ സമ്മതിച്ചതാണ്. ഞങ്ങൾ 3 വർഷമായിട്ട് സമരം ചെയ്യുന്നതും ആ ബ്രിഡ്ജിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അതിൻ്റെ ഇവിടെ സംഭവം ഉണ്ടായപ്പോൾ, ഇങ്ങനെ ഈ റോഡ് ബ്ലോക്ക് ആയപ്പോൾ, പിന്നെ ആ പാലം ബ്രിഡ്ജ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇത്രയും ജനങ്ങൾ ബുദ്ധിമുട്ടില്ല. വണ്ടികൾ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് പോകുന്നത്. തരത്തിലാണ് ഈ മേൽപ്പാലമല്ലാതെ മറ്റൊരു പരിഹാര മാർഗവും
ഇല്ല എന്നുള്ളത് തന്നെയാണ്. മേൽപ്പാലം അല്ലാതെ മറ്റൊരു തരത്തിലും ഈ റോഡ് പുനർനിർമ്മിക്കാൻ അനുവദിക്കില്ല എന്ന് കൂടിയാണ് പ്രദേശവാസികളും സമരസമിതിയും എല്ലാം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ തന്നെ ഇവിടെ നമുക്ക് വ്യക്തമാണ് മണ്ണ് അങ്ങനെ താഴ്ന്നു പോയതുകൊണ്ടാണ് ഈ ഭൂമിക്ക് താങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള ഭാരമാണ് ഈ റോഡിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഇവിടെ ഉണ്ടായത്. അതുകൊണ്ടാണ് ഭൂമി അങ്ങനെ താഴ്ന്നു പോയത്. അപ്പോൾ മേൽപ്പാലമല്ലാതെ മറ്റൊരു പരിഹാര മാർഗമില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് പ്രദേശവാസികളും സമരസമിതി. അതെ, അവർ ആവശ്യപ്പെടുന്നത് മേൽപ്പാലം വേണമെന്ന് തന്നെയാണ്. അതിലൊരു തീരുമാനം ഉണ്ടാകുമോ എന്ന് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. വിവരങ്ങളാണ് മുഹമ്മദ് ഷംസീർ നൽകിയത്.